അസാധ്യമായ ഒരു കാര്യത്തെ സാധ്യമാക്കി തീർത്ത മഹാവ്യക്തിത്വം. ഒന്നുമില്ലാത്ത ഒരു നായർ കുടുംബത്തിൽ ജനിക്കുക, ദാരിദ്ര്യത്തിന്റെ വേദനകൾ പേറി മുന്നോട്ടു പോകുക, ആരും കൈപിടിച്ചു ഉയർത്താനില്ലാഞ്ഞിട്ടും സ്വപ്രയത്നം കൊണ്ട് ആകാശത്തോളം ഉയർന്നു കയറിയ ആ വിശ്വമാനവന്റെ ചരിതം നമ്മുടെ കുഞ്ഞുങ്ങളോടൊന്ന് പറയുക. ഒരു പുരുഷായുസ് കിട്ടിയാലും നമുക്ക് സമ്പാദിക്കാൻ പറ്റാത്ത അത്രയും സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സ്കൂളുകൾ, കോളേജുകൾ, ആതുര ശുശ്രൂഷ സ്ഥാപനങ്ങൾ, ഏക്കർ കണക്കിന് ഭൂമി, ഇത്രയൊക്കെ സമ്പാദിച്ചിട്ടും ആ ത്യാഗമൂർത്തിക്ക് എന്താണ് ബാക്കി ഉണ്ടായിരുന്നത്? ആകെ ഉണ്ടായിരുന്നത് ഒരു കണ്ണടയും ഒരു ഊന്നുവടിയും പാദരക്ഷയും സാഹിതീദേവി വാഗ്ദേവത കനിഞ്ഞൊഴുകിയ ആ തൂലികയുമല്ലാതെ മറ്റൊന്നുമില്ലായിരുന്നു. നിസ്വനായ ആ തപസ്വി, ഈ സനാതന സംസ്കൃതിയുടെ പുനർജീവനത്തിന് വേണ്ടി ജനിച്ച മഹാനുഭാവൻ അങ്ങനെ 93 വർഷം തന്റെ ജീവിതത്തെ ഈ ധർമ്മത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി തപം ചെയ്ത് നമുക്ക് വേണ്ടി നമ്മുടെ മുന്നിൽ ത്യാഗമയമായ ജീവിതം കാണിച്ചുകൊണ്ട് ജീവിച്ച് കാണിച്ചു തന്ന ആ മന്നത്ത് പത്മനാഭൻ എന്ന് പറയുന്ന മഹായോഗിയുടെ തൃപ്പാദങ്ങളിൽ നമ്മുടെ മനസ്സാകുന്ന ആ പൂജാമലരുകൊണ്ട് ആ തൃപ്പാദത്തെ തഴുകുവാനും സമർപ്പിക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കുക. നമ്മുടെ കുട്ടികളോട് നമ്മൾ മന്നത്ത് പത്മനാഭൻ എന്ന് പറയുന്ന ഈ മഹായോഗിയെ ഒന്ന് പരിചയപ്പെടുത്തുക. ആ കർമ്മയോഗിയെ കുറിച്ച് നമ്മളൊന്ന് പഠിക്കുക. അഭിമാനത്തോടെ തല ഉയർത്തി താനൊരു സനാതന ഹിന്ദുവാണ് എന്ന് പറഞ്ഞ ആ മഹാനുഭാവനാകട്ടെ നമ്മുടെ പ്രേരണ.